അപ്പോൾ നമസ്കാരം, വെൽക്കം ടു സജീസ് പ്രൈവറ്റ്. നമ്മൾ ഇത് വെള്ളരിക്ക, നല്ല ഓർഗാനിക് വെള്ളരിക്ക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. വെള്ളരിക്കയ്ക്ക് പകരം നമുക്ക് ചിരങ്ങയോ മറ്റുള്ള കാര്യം പടവലൊക്കെ ഉപയോഗിക്കാം. അതുപോലെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉണ്ടാക്കിയിരുന്ന നല്ല വിശേഷപ്പെട്ട ഒരു വിഭവമായിരുന്നു. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനുള്ളത്. അതുപോലെ ഉണക്കച്ചെമ്മീൻ, മഴയായി തുടർച്ചയായ മഴയ്ക്കുള്ള സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയായിരുന്നു ഇത്. അത് ചെമ്മീനും വെള്ളരിക്കും ഉപയോഗിച്ച ഉണക്ക ചെമ്മീനാണ് വെള്ളരിക്ക ഉപയോഗിച്ച അടിപൊളിയൊരു കറി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇതൊന്ന് ജസ്റ്റ് വറുത്ത് നമ്മൾ ക്ലിയർ ചെയ്ത് ഒന്ന് നമ്മൾ ക്ലീൻ ആക്കിയതിന് ശേഷം കഴുകിയെടുത്ത് നമുക്ക് ഒരുമിച്ച് വേവിക്കുക. അതുപോലെ തേങ്ങയും പച്ചമുളകും, നമുക്ക് വേണമെങ്കിൽ ചില്ലി പൗഡർ, ഓപ്ഷനുള്ള ചില്ലി പൗഡർ ഉപയോഗിക്കാം. നമുക്ക് ചില്ലി പൗഡർ സ്കിപ്പ് ചെയ്തിട്ട് നാടൻ മുളക് അരച്ച് ചേർത്താൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ. വെള്ളരിക്ക നല്ല വെള്ളരിക്കയാണ്, ഓർഗാനിക് എന്നൊക്കെ പറയില്ലേ, ഓർഗാനിക് വെള്ളരിക്കയാണ്, വളമൊന്നും ഇടാതെ ഉണ്ടാക്കിയ വെള്ളരിക്ക. തന്നെയല്ല, ഈ പച്ചക്കറികൾക്കൊക്കെ ഇപ്പോൾ വില വളരെ മാർക്കറ്റിൽ കുറവാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഉച്ചയ്ക്ക് നമ്മുടെ കറികളിൽ ഒരു വിഭവം കൂടുതലാക്കിയിട്ട് ഉണ്ടാക്കുന്ന സ്വാദിഷ്ടമായി ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് അറിയില്ലായിരിക്കും. എന്നാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ളൊരു കറിയാണ് ഉണക്ക ചെമ്മീനും വെള്ളരിക്കും. നമുക്ക് കറി ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഒന്നും ജസ്റ്റ് വറുത്തെടുത്തു, കഴുകി ചെറിയ ചെമ്മീൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അഴുക്കോ എന്തെങ്കിലും ഞാരൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞ് നമ്മൾ മാറ്റിയെടുക്കുക. വെള്ളരിക്ക ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഒരുവിധം ഒന്നും മാഷാണോ, ഒരു 90% ഇങ്ങനെ മാഷായ ഒരു രീതിയിലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഒരു കറിക്കൊരു തിക്കുണ്ടാവും. കോക്കനട്ട് അരക്കണ തേങ്ങ നമ്മൾ അരച്ച് ചേർക്കണ ആ തിക്കുണ്ടാവും. ഇത് നമുക്കിനി നമ്മുടെ വേണ്ട വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് പാചകം ചെയ്യാം. പാത്രം എടുത്ത് വെച്ച് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ കുക്കുംബർ അതിലിടാം കേട്ടോ. അതൊക്കെ കല്ലുപ്പ് കേട്ടോ, കല്ലുപ്പ് നല്ലത്. വൃത്തിയാക്കി ചെമ്മീൻ കേട്ടോ, അത് ഇനി നമ്മൾ ഇതിലിടാം കേട്ടോ. അപ്പോൾ ഒരുമിച്ചിട്ട് വേവിക്കാം. അത് സംഗതി ഇത് വെന്തതാണെങ്കിലും മഞ്ഞൾപ്പൊടി ഇത്ര വേണ്ടു. വേണമെങ്കിൽ അല്പം പെപ്പർ, വേണമെങ്കിൽ കുരുമുളക്, എൻ്റെ സ്റ്റൈലിൽ അല്പം നമ്മൾ കുരുമുളക് ചേർക്കും. അത് നമുക്ക് ഇതോടൊപ്പം വേണമെങ്കിൽ ചേർക്കാം. അല്പം കുരുമുളക് കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ മിക്സ് ആക്കിയിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അരപ്പ് നമുക്ക് വേറെ തയ്യാറാക്കാം. ഇതൊരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് വെന്ത് തന്നെ. ഇത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളതാണ് കുക്കുംബർ. സ്റ്റൗവിൽ വെച്ച് നമുക്ക് ഒന്ന് കവർ ചെയ്ത് വേവിക്കാം കേട്ടോ. അപ്പോൾ വെള്ളം പെട്ടെന്ന് പറ്റില്ല, അപ്പോൾ വേവിച്ച്. വളരെ സിമ്പിളാണ് കേട്ടോ. ഇതാണ് അരപ്പ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. മുളകിന് വേണ്ടി മാത്രം നമ്മൾ നാടൻ മുളകുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ കിട്ടുമെങ്കിൽ നിങ്ങൾ നാടൻ മുളകോ ശൂന്യ മുളകോ ഉപയോഗിക്കാം. അത് നമ്മൾ ഗ്രേറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ഹാഫ് മുറി എന്ന് പറയില്ലേ, ഏകദേശം 80 ഗ്രാം വരാവുന്നതാണ് നമ്മൾ ചേർക്കുന്നത്. തേങ്ങ അല്പം കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റാവും. അതിൻ്റെ ഫൈനായിട്ട് അരയ്ക്കാൻ നോക്കുക കേട്ടോ. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാവും. നല്ല കറി നല്ല തിക്കായിരിക്കും. കറിയിൽ ഒത്തിരി ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ നമ്മൾ കുക്കുംബർ എടുത്തപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം, ചിലത് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. ഞാനെന്ത് ആണെങ്കിൽ അല്പം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം വാർത്ത് കളഞ്ഞപ്പോൾ കയ്പ്പ് പോയി. ചില കുക്കുംബറിന് അല്ലെങ്കിൽ ചിരങ്ങ ഇതുപോലെയുള്ള സാധനങ്ങൾക്ക് ചെറിയൊരു കയ്പ്പ് കാണും കേട്ടോ. നമ്മൾ ഇപ്പോൾ അധികം ക്വാണ്ടിറ്റി ഇപ്പോൾ അവിയലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അത്രയും കറി നമ്മുടെ എഫർട്ട് വേസ്റ്റാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളരിക്കയും ചെമ്മീൻ നമ്മൾ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ, വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ അതിലും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഒരു സെമി ഗ്രേവിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ല, അപ്പോൾ നന്നായിട്ട് വെന്തുണ്ട്, ഒരുവിധം ഉടഞ്ഞിട്ടുണ്ട്. ചെമ്മീനൊക്കെ നിങ്ങൾക്ക് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഫ്രഷ് ചെമ്മീൻ ഉപയോഗിക്കാം. പക്ഷേ ഇത്ര ടേസ്റ്റ് ഉണക്ക ചെമ്മീൻ്റെ ടേസ്റ്റ് വേറെ ഡിഫറെൻ്റാണ്.
അത് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഫ്രഷ് ചെമ്മീൻ, ചെറിയ ചെമ്മീൻ ഉണ്ടല്ലോ, ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പൾപ്പ് എന്ന് പറയില്ലേ, അതിട്ടിട്ട് ഇതുപോലെ കറി വയ്ക്കാം. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാം. തന്നെയല്ല ഇപ്പോൾ ചെമ്മീൻ ഇടാതെ നമുക്ക് വേണമെങ്കിൽ കറി വയ്ക്കാം. ചെമ്മീൻ ഇടാതെ ഈ കുക്കുംബർ അല്ലെങ്കിൽ യെല്ലോ കുക്കുംബർ എന്ന് പറഞ്ഞാൽ ഈ വെള്ളരിക്ക മാത്രം ഇട്ട് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. ടേസ്റ്റിയാണ്, ഈസിയാണ്. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയല്ലോ. അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ഇനി ഇതിൽ അരപ്പ് ചേർക്കാം കേട്ടോ. വെന്തു സാധനം നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ. ഒരു 80% ഉടഞ്ഞുണ്ട്. അപ്പോൾ ഇനി അരപ്പ് ചേർക്കാം. തേങ്ങ അരച്ച് ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സിയിലായിട്ട് നന്നായിട്ട് ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ ചില്ലി ഇട്ടിട്ടുണ്ട്. നമ്മൾ റെഡ് ചില്ലി പൗഡർ ചേർക്കണില്ലേ, അതിന് പകരം കേട്ടോ. റെഡ് ചില്ലി പൗഡർ വേണമെങ്കിൽ നിങ്ങൾ ഇനി താളിക്കുക. നമ്മളിത് ചെറുള്ളി താളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെഡ് ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഒന്ന് തിളക്കുന്നുണ്ട്. തേങ്ങ പാലും തേങ്ങ അരപ്പൊക്കെ ചേർത്തിട്ട് ഒത്തിരി നേരം ഒരിക്കലും കറി ബോയിൽ ചെയ്ത് എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറയുന്നത് തന്നെയല്ല, ഗുണം കുറഞ്ഞു പോകും. തേങ്ങ എപ്പോഴും നല്ലൊരു ഹെൽത്തിയാണ്. പക്ഷേ അത് ഓവറായിട്ട് തളിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ആവും, അതിന് പാല് വേർതിരിക്കും. അപ്പോൾ അത് ടേസ്റ്റ് കുറയ്ക്കാനും നമ്മുടെ ആരോഗ്യത്തിനും നല്ലതല്ല. നമുക്ക് കറി ഓഫ് ചെയ്തിട്ടൊന്ന് താളിക്കാം. ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് താളിച്ച് കേൾക്കാം കേട്ടോ. പാൻ ചൂടായി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ. ചെറുള്ളി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. 3-4 ചെറുള്ളി അരിഞ്ഞത്. അപ്പോൾ ഒനിയൻ ബ്രൗണായി ആണ്, ചെറുള്ളി ഉണ്ടല്ലോ ബ്രൗണായിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ബ്രൗൺ ആക്കരുത്. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും എരിവോ കളറോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇത് ബ്രൗൺ ആവണോട് കൂടി ഇടാം കേട്ടോ. ഒനിയനും ഒരിക്കലും കരിഞ്ഞ് പോകരുത്. ഇത് കുറച്ച് വേപ്പില മാത്രമേ ഞാൻ ഇട്ടുള്ളൂ, കാരണം നാടൻ മുളക് ഉപയോഗിച്ചു നല്ല എരിവാണ്. നമുക്ക് നമ്മുടെ കറിയിൽ താളിക്കാം. ഇത്രയും വേണ്ടു കേട്ടോ. വളരെ സിമ്പിളല്ലേ കറി. കറി നമ്മൾ അരപ്പൊക്കെ ഒഴിച്ച് തിളച്ചു താളിച്ചു കേട്ടോ. എൻ്റെ ചീന്നുള്ള ശബ്ദം ഉണ്ടല്ലോ, ഇതാണ് അപ്പോൾ വെളിച്ചെണ്ണ അംശമൊക്കെ പോയി. അപ്പോൾ അടിപൊളി നന്നായിട്ട് മിക്സ് ചെയ്യുക. കറി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ തന്നെയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രെഡ് ഉപയോഗിച്ചാലും നന്നായിട്ട് മുക്കി കഴിക്കുക കേട്ടോ. ഇത് ചെറിയ നല്ലൊരു ഡയറ്റാണ് കേട്ടോ. അത് എപ്പോഴും കുക്കുംബർ ഹെൽത്തിയാണ്. അപ്പോൾ ഒരു കുക്കുംബർ ഫാമിലിയിൽ പെട്ട ഒരു ഐറ്റമാണ്. നമ്മൾ കുക്കുംബർ എപ്പോഴും പച്ച കുക്കുംബർ കഴിക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് ഈ യെല്ലോ കുക്കുംബർ ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം മറക്കല്ലേ. താങ്ക് യു. സജീസ് ഫ്ലവർ. എൻജോയ് ദ ലൈഫ്. ബൈ.